ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളുണ്ടല്ലോ പട്ടുണ്ടാക്കണം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ 1K അടിച്ചതിൻ്റെ വിശേഷങ്ങളും കൂടി പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ കുറേ ആൾക്കാർ നമ്മളെ പിന്തിരിപ്പിക്കാനുണ്ടാവും കേട്ടോ. തുടങ്ങിയിട്ട് എന്താ കാര്യം, ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുമോ എന്നുള്ള ചോദ്യങ്ങൾ പലതരം ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും ഞാനെന്താ വിചാരിച്ചെന്നറിയോ, എന്നെങ്കിലും ഒരു സക്സസ് ഉണ്ടാവാതെക്കൂലല്ലോ. ഒരാളെങ്കിൽ ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. എന്നാലിപ്പോൾ ഞാൻ ഉണ്ടല്ലോ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഒരാൾ പോലും നമ്മളെ കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ അത് കാണുകയാണ്. 1000 ആൾക്കാർ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയൊരു അഭിമാന നേട്ടം തന്നെയാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള അതിൻ്റെ അർത്ഥമാണ് കേട്ടോ. അപ്പോൾ അത് എനിക്കിതിന് മുന്നേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫോൺ കംപ്ലൈൻ്റ് ആയതിനു ശേഷം ഞാൻ അതിൻ്റെ പാസ്വേഡും എഴുതി വെച്ചില്ല. അങ്ങനെ ആ യൂട്യൂബ് ചാനൽ പോയിട്ടോ. അത് വലിയ സബ്സ്ക്രൈബറൊന്നും ഇല്ല, എന്നാലും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 150 സബ്സ്ക്രൈബർ ആയിരുന്നു. വല്ലാതെ ദിവസം എടുക്കാതെ തന്നെ നല്ല മൂവിങ് ഉള്ളതായിരുന്നു. പക്ഷെ ഞാൻ അത്ര വിചാരിച്ചിട്ടില്ല പോകുന്നുള്ളതൊന്നും, ഇതിൻ്റെ പാസ്വേഡ് എഴുതണം എന്നുള്ളതൊന്നും എൻ്റെ ഓർമ്മയിൽ വന്നില്ല കേട്ടോ. അതുകൊണ്ട് ആ ചാനൽ നഷ്ടപ്പെട്ടു. അതിൻ്റെ ശേഷം തുടങ്ങിയതാണ് കേട്ടോ ഈ ചാനൽ. ഈ വീഡിയോ കാണുന്ന നിങ്ങളുണ്ടല്ലോ പുതിയ യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി വീഡിയോ ഇടുക, അത് നിർബന്ധമായിട്ട് ഇടുക കേട്ടോ. എന്നാൽ പെട്ടെന്ന് മൂവിങ് ആവും, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസും നന്നായിട്ട് ഇടുക കേട്ടോ, അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ, 1000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഒരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. മക്കൾക്കൊരു സന്തോഷത്തിനും നമുക്കൊരു സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതായാലും നടന്നില്ല. കാരണം എന്താ വെച്ചാൽ മോള് ചെറുതായിട്ട് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ 2-3 ദിവസം ആയിട്ടുള്ളൂ വീട്ടിലേക്ക് എത്തിയിട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണത്തിലാണ് നിൽക്കുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി ഈ ക്ഷീണമൊക്കെ മാറട്ടെ അല്ലേ, എന്നിട്ട് നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി സെറ്റാക്കാം. ഈ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഉണ്ടല്ലോ വേറൊരു ഗുണം കൂടി ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് നമ്മൾ ഫോണിൽ എത്ര എടുത്ത് വെച്ച് കഴിഞ്ഞാലും എന്താവും, പിന്നീട് നമുക്ക് ഡിലീറ്റ് ആക്കേണ്ടി വരും. കുറേ കഴിഞ്ഞാൽ പഴയ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് ഈ ഫോണ് സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഡിലീറ്റ് ആക്കേണ്ടി വരും കേട്ടോ. എന്നാൽ യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവും കേട്ടോ, എന്നൊക്കെ അത് അവിടെ ഉണ്ടാവും. നമ്മളെ ഫോൺ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും വേറെല്ല ഫോണിൽ നമുക്കത് കാണാൻ പറ്റുമല്ലോ. അത് വലിയൊരു ഉപകാരമാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഡ്രസ്സ് ഇടാതെയൊന്നും വീഡിയോ എടുക്കുമ്പോൾ മുന്നിൽ പെടുത്തണ്ട. നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ കട്ടാവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇടാതെയോ കുട്ടികളെ കരച്ചിലുള്ള വീഡിയോസ് ഇടുകയോ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഒരിക്കൽ കൂടി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ നന്ദി പറയാണ്. വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിന്നതിന്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പട്ടം റഫ്നോന് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ഓള് സ്കൂൾക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഞാൻ നേരല്ലാത്ത സമയത്ത് ഉണ്ടാക്കിയൊരു പട്ടമാണ് കേട്ടോ അത്. ഇതിനെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കിട്ടോ. ഈ പട്ട ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടിട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പം ഇനി പുതിയ വീഡിയോയുമായി ഇനിയും കാണാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കട്ടോ ചാനൽ.